നമസ്കാരം. ഇന്ന് ഞാനൊരു കഥ പറയാം. ഇന്ത്യ ആണവ ശക്തിയായ ആ കഥ. ഇന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്ന രീതിയിലേക്ക് ഇന്ത്യയെ വളർത്തിയ കഥ. അന്താരാഷ്ട്ര രാഷ്ട്രീയം എക്കാലത്തും വൻ ശക്തികളുടെ കൈകളിൽ ഒതുങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ഈ ലോകക്രമത്തിന്റെ അച്ചുതണ്ടായിരുന്നു ഇവർ. ആണവായുധ ശേഷി എന്ന പരമമായ പ്രതിരോധ ശേഷി ഈ 5 രാജ്യങ്ങൾക്ക് മാത്രമായി കരുതി വെച്ച ഒരു ശക്തിയുടെ ചിഹ്നവുമായിരുന്നു. ലോകം ആയുധ നിയന്ത്രണത്തിന്റെയും ആണവ നിർവ്യാപന കരാറുകളുടെയും നൂൽബന്ധങ്ങളിൽ കുരുങ്ങിക്കിടന്നപ്പോൾ ആ നിയമങ്ങളെ തങ്ങളുടെ സുരക്ഷയ്ക്കായി തിരുത്തി എഴുതാൻ ഒരു രാഷ്ട്രം മുന്നോട്ട് വന്നു. ആ രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. 1974 മെയ് 18 ലോകത്തിലെ വൻ ശക്തികൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമായിരുന്നു അത്. രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ഇന്ത്യ ഭൂമിക്കടിയിൽ ഒരു സ്ഫോടനം നടത്തി. സ്മൈലിംഗ് ബുദ്ധ എന്ന രഹസ്യ കോഡ് നാമത്തിൽ നടന്ന ഈ പരീക്ഷണം കേവലം ഒരു സ്ഫോടനം മാത്രമായിരുന്നില്ല, അത് ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാര പ്രഖ്യാപനം കൂടിയായിരുന്നു. UN സുരക്ഷാ കൗൺസിലിൽ വീറ്റോ അധികാരമുള്ള 5 രാജ്യങ്ങളുടെ കുത്തകയെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ സഖ്യത്തിൽ ഇല്ലാത്ത ഒരു രാജ്യം ആണവ സാങ്കേതിക വിദ്യയിൽ തങ്ങളുടെ കഴിവ് തെളിയിച്ചത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഈ നീക്കം കേവലം ഒരു പരീക്ഷണം എന്നതിലുപരി രാഷ്ട്രീയമായ ഒരു ധീരതയാണ്. ആണവായുധങ്ങളുടെ ഭീഷണികൾക്കിടയിലും തങ്ങളുടെ സുരക്ഷ മറ്റാരുടെയും ഔദാര്യത്തിലല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഇന്ത്യ തങ്ങളുടെ ശാസ്ത്രജ്ഞരിലും സാങ്കേതിക വിദ്യയിലും അർപ്പിച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു ഈ മുന്നേറ്റം. ഈ ഒറ്റ ചുവടുവെപ്പിലൂടെ ആണവ ക്ലബിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തിയ ഇന്ത്യൻ ധീരതയുടെയും ശാസ്ത്രീയ പ്രതിഭയുടെയും കഥയാണ് നമുക്കിന്ന് പറയാനുള്ളത്. ഇത് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എന്നേക്കുമായി മാറ്റിമറിച്ചു. ആ കഥയിലേക്ക് വരാം. ഇന്ത്യയുടെ ആണവയാത്ര തുടങ്ങുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ആദ്യ വർഷങ്ങളിൽ തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ 1940കളിലും 50കളിലും ഊർജ്ജസ്വലനായ ഒരു യുവ ശാസ്ത്രജ്ഞനായിരുന്നു ഈ യാത്രയുടെ അമരക്കാരൻ, ഡോക്ടർ ഹോമി ജെ ഭാഭ. ഇന്ത്യയുടെ ഭാവി വികസനത്തിന് ആണവോർജം അനിവാര്യമാണെന്ന് അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ബോധ്യപ്പെടുത്തി. അങ്ങനെ രാജ്യത്തിന്റെ അണക്കെട്ടുകളും ഫാക്ടറികളും പ്രകാശിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സമാധാനപരമായ ആവശ്യങ്ങൾക്കായിട്ടുള്ള ആണവോർജം എന്ന വലിയ സ്വപ്നവുമായി 1948 ആണവോർജ കമ്മീഷൻ പിറവിയെടുത്തു. നെഹ്റുവിന്റെ ദീർഘവീക്ഷണവും ഭാഭയുടെ ശാസ്ത്ര പ്രതിഭയും ചേർന്നപ്പോൾ 1956 ട്രോംബയിൽ ഏഷ്യയിലെ ആദ്യ ആണവ റിയാക്ടറായ അപ്സര പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ലോക സാഹചര്യങ്ങൾ പെട്ടെന്നാണ് മാറി മറിഞ്ഞത്. 1960കളിൽ അയൽ രാജ്യമായിട്ടുള്ള ചൈന ആണവായുധ ശേഷി നേടിയത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി. ഒരു വലിയ രാജ്യത്തിന്, പ്രത്യേകിച്ചും അതിർത്തിയിൽ വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യത്തിന് സ്വന്തം പ്രതിരോധ ശേഷി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു. ഡോക്ടർ ഹോമി ഭാഭയുടെ ആകസ്മിക വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അതുപോലെ തന്നെ സഹപ്രവർത്തകരും ആ സ്വപ്നവുമായിട്ട് മുന്നോട്ട് നടന്നുപോയി. പിന്നീട് 1974 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ ആണവശേഷി പ്രകടിപ്പിച്ചു. രാജസ്ഥാനിലെ പൊക്രാൻ മരുഭൂമിയിൽ ഭൂഗർഭ പരീക്ഷണം നടന്നു. ബുദ്ധൻ ചിരിച്ചു, അല്ലെങ്കിൽ ദ ബുദ്ധ ഹാസ് സ്മൈൽഡ് എന്ന രഹസ്യ കോഡ് സന്ദേശത്തിലൂടെ ലോകമാ ഈ വിവരം അറിഞ്ഞു. ആണവായുധങ്ങൾ കൈവശമുള്ള വൻ ശക്തികളുടെ കൂട്ടായ്മയ്ക്ക് പുറത്ത് ആണവശേഷി പ്രകടിപ്പിക്കുന്ന ആദ്യ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറി. എങ്കിലും ഇതൊരു സമാധാനപരമായ ആണവ സ്ഫോടനം മാത്രമാണെന്ന് ഇന്ത്യ ലോകത്തോട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ ഈ പരീക്ഷണം കാരണം ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് കടുത്ത ഉപരോധങ്ങളും ഒറ്റപ്പെടലും നേരിടേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആണവ സാങ്കേതിക വിദ്യകളോ സാമഗ്രികളോ ഇന്ത്യക്ക് ലഭിക്കാതെയായി. ഇതിനെല്ലാത്തിന്റെയും ഇടയിലും ഇന്ത്യയുടെ ശാസ്ത്രജ്ഞർ തങ്ങളുടെ ഗവേഷണങ്ങൾ രഹസ്യമായി തുടർന്നു പോന്നു. ആഭ്യന്തരമായി തന്നെ ആണവായുധം നിർമ്മിക്കാനുള്ള ശേഷി രാജ്യം അങ്ങനെയാണ് വികസിപ്പിച്ചെടുക്കുന്നത്. 1990കളുടെ അവസാനം പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു നിർണായക തീരുമാനം എടുത്തു. 1998 മെയ് മാസത്തിൽ ഓപ്പറേഷൻ ശക്തി എന്ന കോഡ് നാമത്തിൽ പൊക്രാനിൽ 5 ആണവ പരീക്ഷണങ്ങൾ കൂടി നടക്കുകയുണ്ടായി. ഈ പരീക്ഷണങ്ങളോടെ ഇന്ത്യ തങ്ങളുടെ ആണവായുധ ശേഷി ലോകത്തോട് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഒപ്പം ഇന്ത്യ ഇനി മുതൽ ഒരു ആണവായുധ രാജ്യമാണെന്നും അറിയിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞരായിരുന്നു ഈ നേട്ടത്തിന് പിന്നിൽ. ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യയുടെ ആണവ നയത്തിലെ അടിസ്ഥാന തത്വം ആദ്യം ഉപയോഗിക്കില്ല, അല്ലെങ്കിൽ നോ ഫസ്റ്റ് യൂസ്
NFU എന്നതായിരുന്നു. അതായത് ആരെങ്കിലും ഇന്ത്യയെ ആണവായുധം കൊണ്ട് ആക്രമിച്ചാൽ മാത്രമേ ഇന്ത്യ തിരിച്ചടിക്കൂ. അങ്ങനെ ശാസ്ത്രീയമായ പ്രതിഭയും രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയും ചേർന്ന് ലോകത്തിലെ പ്രധാന പ്രതിരോധ ശക്തികളിൽ ഒന്നായി ഇന്ത്യ ഈ ആണവയാത്ര പൂർത്തിയാക്കി. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒറ്റപ്പെടൽ വർഷങ്ങൾക്ക് ശേഷം മാറി. 2008 US സിവിൽ ആണവ കരാറിലൂടെ ഇന്ത്യയുടെ ആണവ നിലപാട് ലോകം അംഗീകരിക്കുകയും ചെയ്തു. അതായത് അതിനുശേഷം ഇന്ത്യ വലിയ ശക്തിയായി. ഇന്ത്യയുടെ ആണവ പദ്ധതികൾക്ക് ഡോക്ടർ ഹോമി ജെ ഭാഭയുടെ കാലം മുതൽക്കേ അടിത്തറയുണ്ടായിരുന്നുവെങ്കിലും അതൊരു ആയുധശേഷിയായി മാറ്റാനുള്ള ധീരമായ രാഷ്ട്രീയ തീരുമാനമെടുത്തത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. 1960കളിൽ ചൈന ആണവശേഷി നേടിയതും 71 ഇന്തോ പാക് യുദ്ധത്തിൽ അമേരിക്കയുടെ ആണവായുധ യുദ്ധക്കപ്പലായിട്ടുള്ള എന്റർപ്രൈസ് ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ച സംഭവവും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഒരു പ്രതിരോധ സംവിധാനം അനിവാര്യമാണെന്ന് ഇന്ദിരാഗാന്ധിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഭരണത്തിലെത്തിയ ശേഷം ശാസ്ത്രജ്ഞരായിട്ടുള്ള രാജാ രാമണ്ണ, PK അയ്യങ്കാർ, ഹോമി ധേന തുടങ്ങിയവർക്ക് ആണവ പദ്ധതി രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പൂർണ്ണമായിട്ടുള്ള പിന്തുണയും രാഷ്ട്രീയ സംരക്ഷണവും നൽകിയിട്ടുണ്ട്. ലോകരാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദങ്ങളെയും ഉപരോധ ഭീഷണികളെയും അവഗണിച്ചുകൊണ്ട് 1974 മെയ് 18 സ്മൈലിംഗ് ബുദ്ധ എന്ന പേരുള്ള ഭൂഗർഭ ആണവ പരീക്ഷണത്തിന് അവർ അനുമതി നൽകുകയുണ്ടായി. അതൊരു സമാധാനപരമായ പരീക്ഷണമായിരുന്നു എന്ന് ഇന്ത്യ ലോകത്തോട് പ്രഖ്യാപിച്ചുവെങ്കിലും ഈ നടപടിയിലൂടെ ഇന്ത്യ ആണവായുധം നിർമ്മിക്കാനുള്ള കഴിവ് നേടിയെന്ന് ലോകം മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. ഇതിലൂടെ ലോകശക്തികളുടെ ഇടയിൽ ഇന്ത്യയുടെ പ്രതിരോധപരമായ സ്ഥാനവും അന്തസ്സും ഉയർന്നു. ചുരുക്കി പറഞ്ഞാൽ പദ്ധതിക്ക് ശാസ്ത്രജ്ഞർ ഉണ്ടായിരുന്നു എങ്കിലും അന്താരാഷ്ട്ര തലത്തിലുള്ള വെല്ലുവിളികൾക്കിടയിൽ നിന്ന് ഈ പദ്ധതിയെ ഒരു പരീക്ഷണത്തിലേക്ക് എത്തിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ധൈര്യവും പ്രകടിപ്പിച്ചത് ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി തന്നെയാണ്. ഇത് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവുകളിൽ ഒന്നായിട്ടാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. ഇന്ന് ആണവ മേഖലയിൽ ഇന്ത്യ വളരെ കരുത്തുള്ള ഒരു രാഷ്ട്രം തന്നെയാണ്. ആണവായുധ ശേഷിയിലും സിവിലിയൻ ആണവോർജ ഉൽപാദനത്തിലും ഇന്ത്യ ലോകത്ത് മുൻപന്തിയിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ കരുത്തിനെ പ്രധാനമായും 2 മേഖലകളാക്കി നമുക്ക് തിരിക്കാം. ഒന്ന് ആണവായുധ ശേഷിയും മറ്റൊന്ന് പ്രതിരോധവുമാണ്. ഇന്ത്യ ഒരു അംഗീകൃത ആണവായുധ ശക്തി തന്നെയാണ്. ആദ്യം ഉപയോഗിക്കില്ല, അതായത് നോ ഫസ്റ്റ് യൂസ് എന്ന ശക്തമായ പ്രതിരോധ നയം തന്നെയാണ് രാജ്യം പിന്തുടരുന്നത്. കര, കടൽ, ആകാശം എന്നീ 3 മേഖലകളിൽ നിന്നും ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇനി കരയിലേക്ക് വരികയാണെങ്കിൽ അഗ്നി മിസൈലുകൾ പോലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട്. ആകാശത്തേക്കാണെങ്കിൽ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങൾ ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട്. കടലിലേക്ക് നോക്കുകയാണെങ്കിൽ INS അരിഹന്ത് പോലുള്ള ആണവ അന്തർവാഹിനികൾ കാണാം. ഈ ത്രിശക്തി ഇന്ത്യയുടെ പ്രതിരോധ നില ശക്തമാക്കുന്നുണ്ട്. സിവിലിയൻ ആണവോർജ ഉൽപാദനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഊർജ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഇന്ത്യ വലിയ പുരോഗതി ഇതിനോടകം തന്നെ കൈവരിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. ആണവ റിയാക്ടറുകൾ ഇവിടെ ഉണ്ട്. ഇന്ന് ഇന്ത്യയിൽ നിരവധി ആണവ നിലയങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കൂടംകുളം, താരാപൂർ, കൽപ്പാക്കം തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ നിലയങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. സ്വയം പര്യാപ്തത, തദ്ദേശീയമായി ആണവ റിയാക്ടറുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുമുള്ള ശേഷി ഇന്ന് ഇന്ത്യ കൈവരിച്ചു. ആണവ ഇന്ധന ചക്രത്തിൽ ഇന്ത്യ സ്വന്തമായി ഗവേഷണങ്ങളും പദ്ധതികളും ഇടുന്നു. പ്രത്യേകിച്ചും യുറേനിയം ലഭ്യത കുറവായതിനാൽ തോറിയം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ഏറ്റവും നൂതനമായ 3 ഘട്ട ആണവ പരിപാടി, അതായത് 3 സ്റ്റേജ് ന്യൂക്ലിയർ പവർ പ്രോഗ്രാം വികസിപ്പിച്ചെടുക്കുന്നതിൽ ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് മുന്നിലാണ്. 2008 ഇന്തോ US സിവിൽ ആണവ കരാറിന് ശേഷം ആണവ വിതരണ ഗ്രൂപ്പിൽ, അതായത് NSG അംഗമല്ലെങ്കിൽ പോലും അന്താരാഷ്ട്ര ആണവ ഏജൻസികളുമായും രാജ്യങ്ങളുമായും സിവിലിയൻ ആണവ സഹകരണത്തിൽ ഏർപ്പെടാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രതിരോധ രംഗത്ത് ലോകശക്തികളെ വെല്ലുവിളിക്കാൻ ശേഷിയുള്ള ത്രിശക്തി കൈവശമുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്നത്തെ ഇന്ത്യ. അതോടൊപ്പം സമാധാനപരമായ ആണവോർജ ആവശ്യങ്ങൾക്കായി നൂതനമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുന്നതിലും ഇന്ത്യ ഏറെ മുന്നോട്ട് കുതിച്ചിരിക്കുന്നു. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഭയപ്പെടുന്ന രീതിയിൽ, മറ്റു ലോകരാജ്യങ്ങൾ വിറപ്പിക്കുന്ന രീതിയിൽ ആണവായുധ ശേഖരം കയ്യിലുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയത് ഒരു പെട്ടെന്നായിരുന്നില്ല. അതിന് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്. ചില ധീര ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയുണ്ട്. ആ കഥയാണ് ഇന്ത്യയുടെ ആണവ ശക്തിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.